1 ദിനവൃത്താന്തം അധ്യായം 6. ലേവിയുടെ സന്തതികൾ. ലേവിയുടെ പുത്രന്മാർ ഗർശോം, കൊഹാത്ത്, മെറാറി. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. അമ്രാമിന്റെ സന്താനങ്ങൾ അഹറോൻ, മോശ, മിരിയാം. അഹറോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ. എലയാസറിന്റെ സന്തതികൾ തലമുറക്രമത്തിൽ ഫിനെഹാസ്, അബിഷുവ, ബുക്കി, ഉസി, സെരഹിയ, മെറായോത്ത്, അമറിയ, അഹിത്തൂബ്, സാദോക്ക്, അഹീമാസ്, അസറിയ. യോഹനാൻ ജെറുസലേമിൽ സോളമൻ പണിയിച്ച ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ നടത്തിയ അസറിയ. അമരിയ, അഹിത്തൂബ്, സാദോക്ക്, ഷല്ലൂം, ഹിൽക്കിയ, അസറിയ, സെരായ, യഹോസദാക്ക്. നെബൂഖദ്നേസറിന്റെ കരത്താൽ കർത്താവ് യൂദായെയും ജെറൂസലേമിനെയും നാടുകടത്തിയപ്പോൾ യഹോസദാക്കും പ്രവാസിയായി. ലേവിയുടെ പുത്രന്മാർ ഗർശോം, കൊഹാത്ത്, മെറാറി. ഗർശോമിന്റെ പുത്രന്മാർ ലിബ്നി, ഷിമെയി. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. മെറാറിയുടെ പുത്രന്മാർ മഹലി, മൂഷി. ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാർ. ഗർശോമിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ലിബ്നി, യഹത്ത്, സിമ്മ, യോവാഹ്, ഇദ്ദോ, സെറാഹ്, യത്രായി. കൊഹാത്തിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ അമിനാദാബ്, കോറഹ്, അസീർ, എൽക്കാന, എബിയാസാഫ്, അസീർ, തഹത്ത്, ഊരിയേൽ, ഉസിയ, ഷാവൂൾ. എൽക്കാനായിക്ക് അമസായി, അഹീമോത്ത് എന്നീ 2 പുത്രന്മാരുണ്ടായിരുന്നു. അഹീമോത്തിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എൽക്കാന, സോഫായ്, നഹത്ത്, എലിയാബ്, യറോഹാം, എൽക്കാന. സാമുവേലിന്റെ പുത്രന്മാർ ആദ്യജാതൻ ജോയേൽ, രണ്ടാമൻ അബിയ. മെറാറിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മഹലി, ലിബ്നി, ഷിമെയി, ഉസ, ഷിമയ, ഹഗിയ, അസായ. പേടകം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഇവരെയാണ് ദാവീദ് ഗാനശുശ്രൂഷയ്ക്ക് നിയമിച്ചത്. സോളമൻ ജെറൂസലേമിൽ ദേവാലയം പണിയുന്നതുവരെ സമാഗമ കൂടാരത്തിലെ ശ്രീകോവിലിന് മുൻപിൽ അവർ മുറപ്രകാരം ഗാനശുശ്രൂഷ ചെയ്തു പോന്നു. ശുശ്രൂഷ ചെയ്തിരുന്നവരുടെ വംശപരമ്പര കൊഹാത്തി കുലത്തിൽ നിന്ന് ഗായകനായ ഹേമാൻ. ഹേമാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ജോയേൽ, സാമുവൽ, എൽക്കാന, യറോഹാം, എലിയേൽ, തോവാഹ്, സൂഫ്, എൽക്കാന, മഹത്ത്, അമാസായ്, എൽക്കാന, ജോയേൽ, അസറിയ, സെഫനിയ, തഹത് അസീർ, എബിയാസാഫ്, കോറഹ്, ഇസ്ഹാർ, കൊഹാത്ത്, ലേവി, ഇസ്രായേൽ. ഹേമാന്റെ വലത്തു ഭാഗത്തു നിന്ന അവന്റെ സഹോദരൻ ആസാഫ്. ആസാഫിന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ബറഖിയ, ഷിമേയ, മിഖായേൽ, ബാസേയ, മൽക്കിയ, യത്നി, സേറഹ്, അദായ, ഏഥാൻ, സിമ്മ, ഷിമെയി, യാഥാൻ, ഗർശോം, ലേവി. സഹോദരന്മാരായ മെറാറി പുത്രന്മാർ ഇടത്തുഭാഗത്തു നിന്ന്. അവരിൽ പ്രമുഖൻ ഏഥാൻ. ഏഥാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ കിഷി, അബ്ദി, മല്ലൂഖ്, ഹഷാബിയ, അമസിയ, ഹിൽക്കിയ, അമസി, ബാനി, ഷേമർ, മഹലി, മൂഷി, മെറാറി, ലേവി. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയ ശുശ്രൂഷയ്ക്ക് നിയുക്തരായിരുന്നു. ദൈവദാസനായ മോശയുടെ കൽപ്പനയനുസരിച്ച് അഹ്റോനും സന്തതികളും ദഹനബലിപീഠത്തിലും ധൂപപീഠത്തിലും കാഴ്ചകൾ അർപ്പിക്കുകയും അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഇസ്രായേലിനു വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു പോന്നു. അഹ്റോന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എലയാസർ, ഫിനെഹാസ്, അബിഷുവ, ബുക്കി, ഉസി, സെറാഹിയ, മെറായോത്ത്, അമയിയ, അഹിത്തൂബ്, സാദോക്ക്, അഹീമാസ്. അവരുടെ വാസസ്ഥലങ്ങളും അതിർത്തികളും. അഹ്റോന്റെ സന്തതികൾ കൊഹാത്തി കുലത്തിന് ആദ്യം കുറിവീണു. അവർക്ക് യൂദാദേശത്ത് ഹെബ്രോണും ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. എന്നാൽ പട്ടണത്തിന്റെ വയലുകളും ഗ്രാമങ്ങളും യെഫുന്നയുടെ മകനായ കാലബിനാണ് കൊടുത്തത്. അഹ്റോന്റെ മക്കൾക്ക് അഭയനഗരമായ ഹെബ്രോൺ, ലിബ്ന, യത്തീർ, എഷ്തെമോവ, ഹീലേൻ,
ദബീർ, ആഷാൻ, ബേത്ത്ശെമെഷ് എന്നീ നഗരങ്ങളും അവയുടെ മേച്ചിൽപ്പുറങ്ങളും. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗേബ, അലേമെത്ത്, അനാത്തോത്ത് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. ആകെ 13 പട്ടണങ്ങൾ അവരുടെ കുലങ്ങൾക്ക് കിട്ടി. ശേഷിച്ച കൊഹാത്യ കുടുംബങ്ങൾക്ക് കുറിയനുസരിച്ച് മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് 10 നഗരങ്ങൾ നൽകി. ഗർശോം കുടുംബങ്ങൾക്ക് ഇസാക്കർ, ആഷേർ, നഫ്താലി, ബാഷാനിലെ മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് 13 പട്ടണങ്ങൾ കൊടുത്തു. മറാറി കുടുംബങ്ങൾക്ക് റൂബൻ, ഗാദ്, സെബുലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് 12 പട്ടണങ്ങൾ കൊടുത്തു. ഇങ്ങനെ ഇസ്രായേൽ ജനം ലേവ്യർക്ക് പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും നൽകി. യൂദ, ശിമയോൻ, ബെഞ്ചമിൻ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ പട്ടണങ്ങൾ കുറിവീണതനുസരിച്ച് കൊടുത്തു. ചില കോഹാത്തി കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്ന് പട്ടണങ്ങൾ നൽകി. എഫ്രായിം മലനാട്ടിലെ അഭയനഗരമായ ഷെക്കേം, ഗേസർ, യോക്മെയാം, ബെത്ത്ഹൊറോൺ, അയ്യലോൺ, ഗത്രിമോൺ എന്നിവയും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ആനെർ, ബിലയാം എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അവർക്ക് നൽകി. ഗർശോം കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലെ ഗോലാൻ, അഷ്താരോത്ത്, ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കേദഷ്, ദബേറത്ത്, റാമോത്ത്, ആനേം, ആഷേർ ഗോത്രത്തിൽ നിന്ന് മാഷാൽ, അബ്ദോൻ, ഹുക്കോഗ്, റഹോബ്, നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിലെ കേദഷ്, ഹമ്മോൻ, കിരിയാത്തായും. മറാറി കുടുംബങ്ങളിൽ ശേഷിച്ചവർക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും. സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് റിമ്മോന, താബോർ. റൂബൻ ഗോത്രത്തിൽ നിന്ന് ജെറീക്കോയുടെ സമീപം ജോർദാൻ കിഴക്ക് മരുഭൂമിയിലെ ബേസർ, യാസ, കെദേമോത്ത്, മേഫാത്ത്. ഗാദ് ഗോത്രത്തിൽ നിന്ന് റാമോത്ത് ഗിലെയാദ്, മഹനായിം, ഹെഷ്ബോൺ, യാസെർ എന്നിവയും മേച്ചിൽ സ്ഥലങ്ങളും. 1 ദിനവൃത്താന്തം അധ്യായം 7. ഇസാക്കറിൻ്റെ സന്തതികൾ. ഇസാക്കറിൻ്റെ പുത്രന്മാർ തോല, ഫുവ, യാഷൂബ്, ഷിമ്രോൺ എന്നീ 4 പേർ. തോലായുടെ പുത്രന്മാർ ഉസ്സി, റഫായ, എറിയേൽ, യഹ്മായി, ഇബ്സാം, സാമുവൽ. ഇവർ തോലായുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളും ആയിരുന്നു. ദാവീദിന്റെ കാലത്ത് അവരുടെ സംഖ്യ 22,600. ഉസ്സിയുടെ പുത്രൻ ഇസ്രാഹിയ. ഇസ്രാഹിയയുടെ പുത്രന്മാർ മിഖായേൽ, ഒബാദിയ, ജോയേൽ, ഇഷിയ എന്നീ 5 പേർ. ഇവർ എല്ലാവരും പ്രമുഖന്മാരായിരുന്നു. അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ച 36,000 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിലും നിന്ന് ആകെ 87,000 പേർ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ബെഞ്ചമിൻ, ദാൻ, നഫ്താലി. ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല, ബേഖർ, യദിയായേൽ എന്നീ 3 പേർ. ബേലായുടെ പുത്രന്മാർ യെസ്ബോൻ, ഉസി, ഉസിയേൽ, എറിമോത്ത്, ഈറിം. ഈ 5 പേർ കുലത്തലവന്മാരും യോദ്ധാക്കളും ആയിരുന്നു. വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ 22,034 പേർ. ബേഖറിന്റെ പുത്രന്മാർ സെമിറ, യോവാഷ്, എലിയേസർ, എലിയോവേനായി, ഓമ്രി, യറേമോത്ത്, അബിയ, അനാത്തോത്ത്, അലേമെത്ത്. വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ 20,200 ധീരയോദ്ധാക്കൾ. യദിയേലിന്റെ പുത്രൻ ബിൽഹാൻ. ബിൽഹാന്റെ പുത്രന്മാർ യവൂഷ്, ബെഞ്ചമിൻ, യഹൂദ്, കെനാന, സേഥാൻ, താർഷിഷ്, അഹിഷാഹർ. യദിയായേലിന്റെ കുലത്തിൽ വംശാവലി പ്രകാരം 17,200 യോദ്ധാക്കൾ. ഈറിന്റെ പുത്രന്മാർ ഷുപ്പീം, ഹുപ്പീം. അഹേറിന്റെ പുത്രൻ ഹുഷീം. നഫ്താലിയുടെ പുത്രന്മാർ യഹസിയേൽ, ഗൂനി, യേസർ. ബിൽഹായിൽ നിന്ന് ജനിച്ച ഷല്ലൂം. മനാസയുടെ സന്തതികൾ. മനാസയുടെ പുത്രന്മാർ അരമായക്കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിന്റെ പിതാവായ മാഖീറിന്റെയും അമ്മയാണ്. മാഖീർ ഹുപ്പീമിനും ഷുപ്പീമിനും ഭാര്യമാരെ നൽകി. അവന്റെ സഹോദരി മാഖ. മാഖീറിന്റെ 2ാമത്തെ പുത്രൻ സെലോഫഹാദ്. അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. മാഖീറിന്റെ ഭാര്യ മാഖ ഒരു പുത്രനെ പ്രസവിച്ചു. അവന്
പേരഷ് എന്ന് പേരിട്ടു. അവന്റെ സഹോദരനായ ഷേരഷിന്റെ പുത്രന്മാർ ഊലാം, റാഖ്യം. ഊലാമിന്റെ പുത്രൻ ബദാൻ. ഇവർ മനാസയുടെ മകനായ മാഖീറിന്റെ മകൻ ഗിലെയാദിന്റെ പുത്രന്മാരാകുന്നു. ഗിലെയാദിന്റെ സഹോദരി ഹമ്മോലേക്കത്തിന്റെ പുത്രന്മാർ ഇഷ്ഹോദ്, അബിയേസർ, മഹല. ഷെമീദായുടെ പുത്രന്മാർ അഹിയാൻ, ഷെക്കേം, ലിഖി, അനിയാം. എഫ്രായിമിന്റെ സന്തതികൾ. എഫ്രായിമിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ഷുത്തേലഹ്, ബേരദ്, തഹത്ത്, എലയാദ, തഹത്ത്, സാബദ്, ഷുത്തേലാഹ്. ഷുത്തേലാഹിന്റെ പുത്രന്മാർ യേസർ, എലയാദ്. ഇവർ തദ്ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു. പിതാവായ എഫ്രായിം വളരെ നാൾ അവരെക്കുറിച്ച് വിലപിച്ചു. സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു. പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. തന്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കിയാൽ അവന് ബെറിയ എന്ന് പേരിട്ടു. അവന്റെ മകൾ ഷേറ താഴെയും മേലെയുമുള്ള ബെത്ത്ഹോറോണും ഉസൻഷേറായും നിർമ്മിച്ചു. എഫ്രായിമിന്റെ മകൻ റേഫായുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ റേസഫ്, തേലഹ്, തഹൻ, ലാദാൻ, അമ്മിഹൂദ്, എലീഷാമ, നൂൻ, ജോഷുവ. അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബഥേൽ, കിഴക്ക് നാരാൻ, പടിഞ്ഞാറ് ഗേസർ, ഷെക്കേം, അയ്യ. മനാസയുടെ ദേശത്തിനരികെ ബേത്ഷെയാൻ, താനാക്ക്, മെഗീദോ, ദോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും. ഇസ്രായേലിന്റെ മകനായ ജോസഫിന്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു. ആഷേറിന്റെ സന്തതികൾ. ആഷേറിന്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വ, ഇഷ്വി, ബെറിയ. ഇവരുടെ സഹോദരി സേരഹ്. ബെറിയയുടെ പുത്രന്മാർ ഹേബർ, ബിർസായിത്തിന്റെ പിതാവായ മൽക്കിയേൽ. ഹേബറിന്റെ പുത്രന്മാർ യാഹ്ലത്ത്, ഷോമർ, ഹോധാം. അവരുടെ സഹോദരി ഷുവ. യാഹ്ലക്കിന്റെ പുത്രന്മാർ പാസാഖ്, ബിംഹാൽ, അശ്വത്. അവന്റെ സഹോദരനായ ഷേമറിന്റെ പുത്രന്മാർ റോഹ, യഹൂബ, ആരാം. അവന്റെ സഹോദരനായ ഹേലമിന്റെ പുത്രന്മാർ സോഫാഹ്, യിമ്ന, ഷേലഷ്, ആമാൽ. സോഫാഹിന്റെ പുത്രന്മാർ സുവാഹ്, ഹർനേഫർ, ഷുവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ഷിൽഷ, ഇത്രാൻ, ബേര. യഥറിന്റെ പുത്രന്മാർ യഫുന്ന, പിസ്പ, ആര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, റിസിയ. ഇവർ ആഷേറിന്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരും ആയിരുന്നു. സൈന്യത്തിൽ ചേർന്ന അവർ ആകെ 26,000 പേർ ഉണ്ടായിരുന്നു. 1 ദിനവൃത്താന്തം അധ്യായം 8. ബെഞ്ചമിന്റെ സന്തതികൾ. ബെഞ്ചമിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ബേല, അഷ്ബെൽ, അഹാര, നോഹ, റാഹ. ബേലായുടെ പുത്രന്മാർ അദ്ദാർ, ഗേര, അബിഹൂദ്, അബിഷുവ, നാമാൻ, അഹോവഹ്, ഗേര, ഷെഹൂഫാൻ, ഹൂറാം. യഹൂദിന്റെ പുത്രന്മാർ നാമാൻ, അഹിയ, ഗേര. ഗേബായിൽ വസിച്ചിരുന്ന ഈ കുടുംബതലവന്മാർ മനഹത്തിലേക്ക് നാടുകടത്തപ്പെട്ടു. ഉസായുടെയും അഹിഹൂദിന്റെയും പിതാവായ ഗേരയാണ് അവരെ പ്രവാസത്തിലേക്ക് നയിച്ചത്. ഹൂഷിം, ബാര എന്നീ ഭാര്യമാരെ ഉപേക്ഷിച്ചതിനു ശേഷം ഷഹാറായിമിന് മോവാബ് ദേശത്ത് വെച്ച് പുത്രന്മാരുണ്ടായി. അവന് ഭാര്യ ഹോദഷിൽ, യോബാബ്, സിബിയ, മെഷ, മൽക്കാം, യവൂസ്, സക്കിയ, മിർമ എന്നീ പുത്രന്മാരുണ്ടായി. ഇവർ കുലത്തലവന്മാരാണ്. ഹൂഷിമിൽ അവന് അബിത്തൂബ്, എൽപാൽ എന്നീ പുത്രന്മാരുണ്ടായി. ഏൽപാലിന്റെ പുത്രന്മാർ ഏബർ, മിഷാം, ഷേമദ്. ഓനോ, ലോദ് എന്നീ പട്ടണങ്ങൾ പണിതത് ഷേമദാണ്. അയ്യലോൺ നിവാസികളുടെ പിതൃകുടുംബത്തലവന്മാരായ ബെറിയ, ഷേമ എന്നിവർ ഗത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു. അഹിയോ, ഷാഷാക്ക്, യെറേമോത്ത്, സെബദിയോ, ആരാദ്, ഏദർ, മിഖായേൽ, ഇഷ്പ, യോഹ എന്നിവർ ബെറിയയുടെ പുത്രന്മാരാണ്. സെബദിയ, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മെറായി, ഇസ്ലിയ, യോബാബ് എന്നിവർ ഏൽപാലിന്റെ പുത്രന്മാർ. യാക്കിം, സിക്രി, സബ്ദി, എലിയനായി, സില്ലെത്തായി, എലിയേൽ, അദായ, ബറായ, ഷിമ്രാത്ത് എന്നിവർ ഷിമേയിയുടെ പുത്രന്മാർ. ഇഷ്ഫാൻ, ഏബർ, എലിയേൽ, അബ്ദോൻ, സിക്രി, ഹാനാൻ, ഹനനിയ, ഏലാം, അന്തോത്തിയ, ഇഫ്ദേയ, പെനുവേൽ എന്നിവർ
ഷാഷാക്കിൻ്റെ പുത്രന്മാർ ഷംഷെറായി, ഷെഹറിയ, അത്താലിയ, യാറഷിയ, ഏലിയ, സിക്രി എന്നിവർ യെറോഹാമിൻ്റെ പുത്രന്മാർ. തലമുറക്രമത്തിൽ കുലത്തലവന്മാരും പ്രമുഖന്മാരുമായ ഇവർ ജെറൂസലേമിൽ പാർത്തു. ഗിബയോന്റെ പിതാവായ യെയിയേൽ ഗിബയോനിൽ പാർത്തു. അവൻ്റെ ഭാര്യ മാഖ. അവൻ്റെ ആദ്യജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നാദാബ്, ഗദോർ, അഹിയോ, സേഖർ, ഷിമയായുടെ പിതാവായ മിക്ലോത്ത്. ഇവർ ജെറൂസലേമിൽ ചാർച്ചക്കാരോടൊത്ത് വസിച്ചു. സാവൂളിൻ്റെ കുടുംബം. നേറിൻ്റെ മകൻ കിഷ്, കിഷിൻ്റെ മകൻ സാവൂൾ. സാവൂളിൻ്റെ പുത്രന്മാർ ജോനാഥാൻ, മൽക്കിഷുവ, അബിനാദാബ്, യഷ്ബാൽ. ജോനാഥാൻ്റെ മകൻ മെരീബാൽ, മെരീബാലിൻ്റെ മകൻ മീഖ. മീഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലക്ക്, തരേയ, ആഹാസ്. ആഹാസിൻ്റെ മകൻ യഹോവാദ. യഹോവാദയുടെ പുത്രന്മാർ അലമേത്ത്, അസ്മാവെത്ത്, സിമ്രി. സിമ്രിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മോസ, ബിനേയ, റാഫ, എലയാസ, ആസേൽ. ആസേലിൻ്റെ പുത്രന്മാർ അസ്രിക്കാം, ബോഖെറു, ഇസ്മയേൽ, ഷെയാറിയ, ഒബാദിയ, ഹനാൻ എന്നീ 6 പേർ. അവൻ്റെ സഹോദരനായ യേഷക്കിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഊലാം, യവൂഷ്, എലിഫലേത്ത്. ഊലാമിൻ്റെ പുത്രന്മാർ ശക്തന്മാരായ യോദ്ധാക്കളും വില്ലാളികളുമായിരുന്നു. അവർ പുത്രപൗത്രന്മാർ 150 പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ബെഞ്ചമിൻ ഗോത്രജരാണ്. 1 ദിനവൃത്താന്തം അധ്യായം 9. പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയവർ. ഇസ്രായേൽ ജനത്തിൻ്റെ പേരുകൾ വംശാവലി ക്രമത്തിൽ തയ്യാറാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വസ്തത നിമിത്തം യൂദ ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ടു. ഇസ്രായേലരും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ശുശ്രൂഷകരുമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങി വന്നത്. യൂദ, ബെഞ്ചമിൻ, എഫ്രായിം, മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ജെറൂസലേമിൽ പാർത്തവർ. യൂദായുടെ മകനായ പേരസിന്റെ പുത്രന്മാരിൽ നിന്ന് ഉദ്ധായി അമ്മിഹൂദിന്റെ പുത്രൻ, അമ്മിഹൂദ് ഓമ്രിയുടെ പുത്രൻ, ഓമ്രി ഇമ്രിയുടെ പുത്രൻ, ഇമ്രി ബാനിയുടെ പുത്രൻ. ഷേലായുടെ ആദ്യജാതൻ അസായായും അവൻ്റെ പുത്രന്മാരും. സേരായുടെ പുത്രന്മാരിൽ നിന്ന് യവുവേലും ചാർച്ചക്കാരും. ആകെ 690 പേർ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഹസേനുവായുടെ മകൻ ഹൊദാവിയായുടെ മകനായ മെഷുല്ലാമിൻ്റെ മകൻ സല്ലു, യെറോഹാമിൻ്റെ മകൻ ഇബ്നെയാം, മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏല, ഇബ്നിയായുടെ മകനായ റെവുവേലിൻ്റെ മകൻ ഷഫാത്തിയായുടെ മകനായ മെഷുല്ലാം. ആകെ 956 പേർ. ഇവർ കുലത്തലവന്മാരായിരുന്നു. ജെറൂസലേമിലെ പുരോഹിതന്മാരും ലേവ്യരും. പുരോഹിതന്മാരിൽ യദായ, യഹോയാറിബ്, യാഖീൻ. ദേവാലയത്തിലെ പ്രധാന സേവകനായ അസറിയ ഹിൽക്കിയായുടെ പുത്രൻ, ഹിൽക്കിയ മിഷുലാമിൻ്റെ പുത്രൻ, അവൻ സാദോക്കിൻ്റെ പുത്രൻ, സാദോക്ക് മെറായോത്തിൻ്റെ പുത്രൻ, അവൻ അഹിത്തൂബിൻ്റെ പുത്രൻ. മൽക്കിയയുടെ മകനായ പാഷൂറിൻ്റെ മകൻ യെറോഹാമിൻ്റെ മകൻ അദായ, ഇമ്മറിൻ്റെ മകൻ മെഷില്ലേമിത്തിൻ്റെ മകനായ മെഷില്ലാമിൻ്റെ മകൻ എറക്സേറായുടെ മകനായ അഭിയേലിൻ്റെ മകൻ മാസായി. കുലത്തലവന്മാരായ പുരോഹിതന്മാർ ചാർച്ചക്കാർക്ക് പുറമെ ആകെ 1760 പേർ. അവർ ദേവാലയ ശുശ്രൂഷയിൽ പ്രഗത്ഭരായിരുന്നു. ലേവ്യരിൽ നിന്ന് മെറാറി മക്കളിൽ ഹഷാബിയായുടെ മകൻ അസ്രികാമിൻ്റെ മകനായ ഹഷൂബിൻ്റെ മകൻ ഷെമായ, ബഗ്ബാക്കർ, ഹേരിഷ്, ഗലാൽ. ആസാഫിൻ്റെ മകൻ സിക്രിയുടെ മകനായ മീഖായുടെ മകൻ മത്താനിയ, യദുധൂനിൻ്റെ മകൻ ഗലാലിൻ്റെ മകനായ ഷെമായയുടെ മകൻ ഒബാദിയ. നെത്തോഫാത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽക്കാനയുടെ മകനായ ആസായുടെ മകൻ ബറഖിയ. ഷല്ലൂം, അക്കൂബ്, തൽമോൻ, അഹിമാൻ എന്നിവരും അവരുടെ ചാർച്ചക്കാരും വാതിൽ കാവൽക്കാരായിരുന്നു. ഷല്ലൂമായിരുന്നു പ്രമുഖൻ. ഇവർ രാജാവിൻ്റെ കിഴക്കേ കവാടത്തിൽ ഇന്നും കാവൽ നിൽക്കുന്നു. ലേവ്യരുടെ പാളയത്തിലെ വാതിൽ കാവൽക്കാർ ഇവരായിരുന്നു. കോറഹിൻ്റെ മകൻ എലിയാസാഫിൻ്റെ മകനായ കോറയുടെ മകൻ ഷല്ലൂമും ചാർച്ചക്കാരായ കൊറാഹ്യരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൂടാരവാതിലിൻ്റെ കാവൽക്കാരും ശുശ്രൂഷയുടെ മേൽനോട്ടക്കാരും ആയിരുന്നു. എലയാസറിൻ്റെ മകനായ ഫിനേഹാസ് ആയിരുന്നു പണ്ട് അവരുടെ അധിപൻ. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു.
മെഷേലേമിയായുടെ മകൻ സഖറിയ ആയിരുന്നു സമാഗമ കൂടാരവാതിലിൻ്റെ കാവൽക്കാരൻ. വാതിൽ കാവൽക്കാരായി നിയോഗിക്കപ്പെട്ടവർ ആകെ 212 പേർ. അവരുടെ പേരുകൾ വംശാവലിക്രമത്തിൽ അവരുടെ ഗ്രാമങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദാവീദും ദീർഘദർശിയായ സാമുവലുമാണ് അവരെ നിയമിച്ചത്. അങ്ങനെ അവരും പുത്രന്മാരും ദേവാലയത്തിൻ്റെ കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ കാവൽക്കാരായി. 4 വശത്തും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവരുടെ ചാർച്ചക്കാർ തവണ വച്ച് 7 ദിവസം വീതം അവരെ ശുശ്രൂഷയിൽ സഹായിച്ചു. വാതിൽ കാവൽക്കാരുടെ നായകന്മാരായ 4 ലേവ്യരും ദേവാലയത്തിലെ അറകളുടെയും നിക്ഷേപങ്ങളുടെയും സൂക്ഷിപ്പുകാരുമായിരുന്നു. കാവൽ നിൽക്കുന്നതും പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നതും അവരുടെ കടമയായിരുന്നതിനാൽ അവർ ദേവാലയത്തിനു ചുറ്റും പാർത്തുവന്നു. ഇവരിൽ ചിലർ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാരായിരുന്നു. അവ പുറത്തു കൊണ്ടുപോവുകയും അകത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്തേണ്ടിയിരുന്നു. മറ്റു ചിലർ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരണങ്ങളുടെയും വിശുദ്ധപാത്രങ്ങളുടെയും മേൽനോട്ടം വഹിച്ചു. മാവ്, വീഞ്ഞ്, എണ്ണ, കുന്തുരുക്കം, മറ്റു സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മേൽനോട്ടവും അവർക്കുണ്ടായിരുന്നു. പുരോഹിതന്മാരാണ് സുഗന്ധദ്രവ്യക്കൂട്ട് ഒരുക്കിയിരുന്നത്. കാഴ്ചയ്ക്കുള്ള അടയുടെ ചുമതല കോറഹ് വംശജനായ ഷല്ലൂമിൻ്റെ ആദ്യജാതനും ലേവ്യനുമായ മത്താത്തിയായിക്ക് ആയിരുന്നു. അവരുടെ ചാർച്ചക്കാരും കൊഹാത്യരുമായ ചിലർക്കായിരുന്നു സാബത്ത് തോറും പുതിയ തിരുസാന്നിധ്യപ്പം തയ്യാറാക്കുന്ന ചുമതല. ഗാനശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേവ്യ കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു. അവർക്ക് മറ്റു ചുമതലകൾ ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാരാണ്. അവർ ജെറൂസലേമിൽ പാർത്തുവന്നു. സാവൂളിൻ്റെ പിതൃപുത്ര പരമ്പര. ഗിബയോന്റെ പിതാവായ ജെയിയേൽ ഗിബയോനിൽ പാർത്തു. അവൻ്റെ ഭാര്യ മാഖ. ആദ്യജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നേർ, നാദാബ്, ഗദോർ, അഹിയോ, സഖറിയ, മിക്ലോത്ത്. മിക്ലോത്തിൻ്റെ മകൻ ഷിമേയാം. ഇവർ ജെറൂസലേമിൽ തങ്ങളുടെ ചാർച്ചക്കാരോടൊത്ത് പാർത്തുവന്നു. നേറിൻ്റെ മകൻ കിഷ്. കിഷിൻ്റെ മകൻ സാവൂൾ. സാവൂളിൻ്റെ പുത്രന്മാർ ജോനാഥാൻ, മൽക്കിഷുവ, അബിനാദാബ്, എഷ്ബാൽ. ജോനാഥാൻ്റെ പുത്രൻ മെരീബാൽ. മെരീബാലിൻ്റെ പുത്രൻ മിഖ. മിഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലക്ക്, തഹ്റയ, ആഹാസ്. ആഹാസിൻ്റെ പുത്രൻ യാറ. യാറായുടെ പുത്രന്മാർ അലേമെത്ത്, അസ്മാവെത്ത്, സിമ്രി. സിമ്രിയുടെ മകൻ മോസ. മോസയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ ബിനയ, റെഫായ, എലയാസ, ആസേൽ. ആസേലിന് അസ്രീക്കാം, ബോക്കെരു, ഇഷ്മായേൽ, ഷെയാറിയ, ഒബാദിയ, ഹാനാൻ എന്നീ 6 പുത്രന്മാരുണ്ടായിരുന്നു. 1 ദിനവൃത്താന്തം അധ്യായം 10. സാവൂളിൻ്റെ മരണം. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. പിന്തിരിഞ്ഞോടിയ ഇസ്രായേല്യർ ഗിൽബോവ മലയിൽ വെച്ച് വധിക്കപ്പെട്ടു. ഫിലിസ്ത്യർ സാവൂളിനെയും പുത്രന്മാരെയും പിന്തുടർന്ന് ജോനാഥാൻ, അബിനാദാബ്, മൽക്കിഷുവ എന്നിവരെ വധിച്ചു. സാവൂളിന് ചുറ്റും യുദ്ധം രൂക്ഷമായി. വില്ലാളികൾ അവനെ അമ്പെയ്ത് മുറിപ്പെടുത്തി. സാവൂൾ തൻ്റെ ആയുധവാഹകനോട്, ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കാതിരിക്കാൻ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു. ഭയചകിതനായ ആയുധവാഹകൻ അത് ചെയ്തില്ല. സാവൂൾ തൻ്റെ വാളെടുത്ത് അതിന്മേൽ വീണു. സാവൂൾ മരിച്ചെന്ന് കണ്ട് ആയുധവാഹകനും വാളിന്മേൽ വീണ് മരിച്ചു. അങ്ങനെ സാവൂളും 3 മക്കളും കുടുംബം മുഴുവനും ഒരുമിച്ച് മരിച്ചു. സൈന്യം പലായനം ചെയ്തെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കേട്ടപ്പോൾ താഴ്വരയിൽ വസിച്ചിരുന്ന ഇസ്രായേല്യർ തങ്ങളുടെ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഫിലിസ്ത്യർ അവിടെ വാസമുറപ്പിച്ചു. അടുത്ത ദിവസം കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ ഫിലിസ്ത്യർ വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവ മലയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞ് തല വെട്ടിയെടുത്ത് ആയുധങ്ങളും കരസ്ഥമാക്കി. തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു. അവൻ്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ശിരസ് ദാഗോന്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു. ഫിലിസ്ത്യർ സാവൂളിനോട് പ്രവർത്തിച്ചത് യാബേഷ് ഗിലെയാദിലുണ്ടായിരുന്നവർ കേട്ടു. അവരിൽ ധീരന്മാരായവർ ചെന്ന് സാവൂളിൻ്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ യാബേഷിലേക്ക് കൊണ്ടുവന്നു.
അസ്ഥികൾ യാബേഷിലെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ 7 ദിവസം ഉപവസിച്ചു. അവിശ്വസ്തതയാണ് സാവൂളിൻ്റെ മരണത്തിന് കാരണം. അവൻ കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരകന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു. സാവൂൾ കർത്താവിൻ്റെ ഹിതം അന്വേഷിച്ചില്ല. അവിടുന്ന് അവനെ വധിച്ചു. രാജ്യം ജസ്സയുടെ മകൻ ദാവീദിനെ ഏൽപ്പിച്ചു. 1 ദിനവൃത്താന്തം അധ്യായം 11. ദാവീദ് ഇസ്രായേൽ രാജാവ്. ഇസ്രായേൽ ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. മുൻപ് സാവൂൾ രാജാവായിരുന്ന കാലത്തും നീയാണ് ഇസ്രായേലിനെ നയിച്ചത്. നീ എൻ്റെ ജനമായ ഇസ്രായേലിന് ഇടയനും രാജാവുമായിരിക്കും എന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. കർത്തൃസന്നിധിയിൽ ദാവീദ് അവരോട് ഉടമ്പടി ചെയ്തു. സാമുവേലിലൂടെ കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു. അനന്തരം ദാവീദും ഇസ്രായേലിയരും ജെറൂസലേമിലേക്ക് പോയി. ജബൂസ് എന്നാണ് ജെറൂസലേം അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ നിവാസികൾ ജബൂസ്യർ എന്നും. നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസ്യർ ദാവീദിനോട് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. അതാണ് ദാവീദിന്റെ നഗരം. ദാവീദ് പറഞ്ഞു, ജബൂസ്യരെ ആദ്യം നിഹനിക്കുന്നവൻ മുഖ്യ സേനാനായകനായിരിക്കും. സെരൂയയുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്നു. അവനെ സേനാനായകൻ ആക്കുകയും ചെയ്തു. സിയോൻ കോട്ടയിൽ ദാവീദ് താമസിച്ചതിനാൽ അതിന് ദാവീദിന്റെ നഗരം എന്ന പേര് വന്നു. പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണിതുറപ്പിച്ചു. നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. ദാവീദിന്റെ പ്രസിദ്ധ യോദ്ധാക്കൾ. കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് ദാവീദിനെ ഇസ്രായേലിൽ രാജാവാകാൻ ജനത്തോടൊപ്പം സഹായിച്ച യോദ്ധാക്കളിൽ പ്രമുഖർ. 3 പ്രമുഖനും ഹക്മോന്യനുമായ യശോബയാം. അവൻ 300 പേരെ ഒന്നിച്ച് കുന്തം കൊണ്ട് കൊന്നു. 3 രണ്ടാമൻ അഹോഹ്യനായ ദോദോയുടെ പുത്രൻ എലയാസർ. ഫിലിസ്ത്യർ പസ്ദമീമിൽ അണിനിരന്നപ്പോൾ അവൻ ദാവീദിനോടുകൂടെ ഒരു ബാർലി വയലിൽ ആയിരുന്നു. ജനം ഫിലിസ്ത്യരുടെ മുൻപിൽ നിന്ന് ഓടിക്കളഞ്ഞു. എന്നാൽ അവൻ വയലിൻ്റെ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും ഫിലിസ്ത്യരെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു. കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചു. ഫിലിസ്ത്യർ റഫായിം താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ 30 തലവന്മാരിൽ 3 പേർ അതുല്ലാം ശിലാഗുഹയിൽ ദാവീദിന്റെ അടുത്തേക്ക് ചെന്നു. ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു. ഫിലിസ്ത്യരുടെ പട്ടാളം ബെത്ലേഹമിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ആർത്തിയോടെ ചോദിച്ചു, ബെത്ലേഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് ആരെനിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരും? ആ 3 പേർ ഉടനെ ഫിലിസ്ത്യരുടെ പാളയത്തിലൂടെ കടന്ന് ബെത്ലേഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കുടിക്കാൻ കൊണ്ടുവന്നു. ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ഇത് ചെയ്യാനിടയാകാതിരിക്കട്ടെ. ഞാൻ ഇവരുടെ ജീവരക്തം കുടിക്കുകയോ? പ്രാണൻ പണയം വച്ചാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത്. അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല. 3 യോദ്ധാക്കൾ ചെയ്ത കാര്യമാണിത്. യോവാബിന്റെ സഹോദരൻ അബിഷായിയായിരുന്നു 30 പേരിൽ പ്രമുഖൻ. അവൻ 300 പേരെ ഒന്നിച്ച് കുന്തം കൊണ്ട് വധിച്ചു. ഇവനും 3 പുറമെ കീർത്തിമാനായി. അവൻ 30 പേരിൽ ഏറ്റവും പ്രശസ്തനും അവരുടെ അധിപനും ആയിരുന്നു. എന്നാൽ അവൻ 3 എത്തിയില്ല. കബ്സേൽക്കാരനും പരാക്രമശാലിയും യഹോയാദായുടെ പുത്രനുമായ ബെനായ വീരകൃത്യങ്ങൾ ചെയ്തവനാണ്. ഇവൻ മോവാബിലെ 2 ധീരന്മാരെ വധിച്ചതിനു പുറമെ മഞ്ഞുകാലത്ത് ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെയും കൊന്നു. 5 മുഴം ഉയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു. ഈജിപ്തുകാരൻ്റെ കയ്യിൽ നെയ്ത്തുകാരൻ്റെ ഓടം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു. ബെനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ചുപറിച്ച് അതുകൊണ്ട് തന്നെ അവനെ സംഹരിച്ചു. ഇവയെല്ലാം യഹോയാദായുടെ മകൻ ബെനായ ചെയ്തതാണ്. അങ്ങനെ പരാക്രമശാലികളായ 3 പുറമെ അവനും പ്രശസ്തനായി. അവൻ 30 പേർക്കിടയിൽ കീർത്തിമാനായിരുന്നെങ്കിലും 3 എത്തിയില്ല. ദാവീദ് അവനെ അംഗരക്ഷകരിൽ ഒരാളായി നിയമിച്ചു. സൈന്യത്തിലെ രണശൂരന്മാർ യോവാബിന്റെ സഹോദരൻ അസഹേൽ, ബെത്ലേഹേംകാരൻ ദോദോയുടെ പുത്രൻ
എൽഹനാൻ, ഹരോദിലെ ഷമ്മൂത്ത്, പെലോന്യനായ ഹേലസ്, തെക്കോവായിലെ ഇക്കെഷിൻ്റെ മകൻ ഈര, അനാത്തോത്തിലെ അബിയേസർ, ഹുഷാത്യൻ സിബക്കായി, അഹോഹ്യൻ ഈലായി, നെത്തോഫായിലെ മഹറായി, നെത്തോഫായിലെ ബാനായിയുടെ മകൻ ഹെലദ്, ബെഞ്ചമിൻ്റെ ഗിബയായിലെ റിബായിയുടെ മകൻ ഇത്തായി, പിറത്തോനിലെ ബെനായ, ഗാഷ് അരുവിക്കരയിലെ ഹൂറായി, അർബാത്യനായ അബിയേൽ, ബഹ്റൂമിലെ അസ്മാവത്ത്, ഷാൽബോനിലെ എലിയാബ, ഗിസോന്യനായ ഹാഷെം, ഹരാറിലെ ഷാഗിയുടെ മകൻ ജോനാഥാൻ, ഹരാറിലെ സഖാറിൻ്റെ മകൻ അഹിയാം, ഊറിൻ്റെ മകൻ എലിഫാൽ, മെക്കേറാത്തിനായ ഫേഫർ, പെലോന്യനായ അഹിയ, കാർമലിലെ ഹെസ്രോ, എസ്ബായിയുടെ മകൻ നാരായ്, നാഥാൻ്റെ സഹോദരൻ ജോയേൽ, ഹഗറിയുടെ മകൻ മിബ്ഹാർ, അമ്മോന്യനായ സേലഗ്, സെരുയയുടെ മകനായ യോവാബിൻ്റെ ആയുധവാഹകനും ബറൂത്തുകാരനുമായ നഹ്റായ്, ഇത്രരായ ഈരായും ഗാരബും, ഹിത്യനായ ഊറിയ, അഹ്ലായുടെ മകൻ സാബാഗ്, റൂബൻ ഗോത്രജനായ ഷിസയുടെ മകനും റൂബൻ ഗോത്രത്തിലെ ഒരു നേതാവുമായ അദീനായും കൂടെ 30 പേരും, മാഖായുടെ പുത്രൻ ഹാനാൻ, മിത്തുകാരനായ യോഷാഫാത്ത്, അഷ്തേറാത്തുകാരൻ ഉസിയ, അരോവറിൽ നിന്നുള്ള ഹോത്താമിൻ്റെ പുത്രന്മാർ ഷാമ, ജയിയേൽ, ഷിമ്രിയുടെ മകൻ യദിയായേൽ, അവൻ്റെ സഹോദരൻ തിസ്യനായ യോഹ, മഹാവ്യനായ എലിയേൽ, എൽനാമിൻ്റെ പുത്രന്മാരായ എറീബായ്, യോഷാവിയ, മോവാബ്യനായ ഇത്മ, എലിയേൽ, ഓബദ്, മെസോബ്യനായ എസിയേൽ.